എല്ലാ കുഞ്ഞുങ്ങൾക്കും പല്ല് കേടുവരുമോ? ഹായ്, ഐ ആം ഡോക്ടർ നീരജ, എ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. പല്ലിലെ ക്യാവിറ്റീസ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് ആ ക്യാവിറ്റി റിസ്ക് കുറച്ച് കൂടുതലാണ്. ആർക്കൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ കാറ്റഗറി ഫാമിലി ഹിസ്റ്ററി ഉള്ള കുഞ്ഞുങ്ങളാണ്. അതായത് അച്ഛൻ, അമ്മ, സിബ്ലിങ്സ് അങ്ങനെ അടുത്ത ബന്ധത്തിലുള്ള ആർക്കെങ്കിലും പല്ലിൽ ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കും അതേപോലെ ക്യാവിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏർലി ഡെന്റൽ ചെക്കപ്പ് വഴി നമുക്ക് ഈ കേരീസ് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറി നൈറ്റ് ഫീഡിംഗ് വളരെ കൂടുതലുള്ള കുഞ്ഞുങ്ങളിലാണ്. 6ാമത്തെ മാസം തൊട്ട് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യും, നൈറ്റ് ഫീഡിംഗ് കുറച്ച് വരികയും ചെയ്യുന്ന വഴി നമുക്ക് ഇവരിലെ ക്യാവിറ്റീസ് തടയാനായിട്ട് സാധിക്കും. 3ാമത്തെ കാറ്റഗറി വളരെ ചെറുപ്പത്തിൽ തന്നെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിനും 1 വയസ്സിന് മുന്നേ പഞ്ചസാര, ശർക്കര തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കരുത്. ഫ്രീക്വന്റ് ആയിട്ട് സ്നാക്സ് കുറിക്കുന്ന ശീലമുള്ള കുഞ്ഞുങ്ങളിൽ കേരീസ് റിസ്ക് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മധുരമുള്ള സ്നാക്സ് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിനൊപ്പമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ ഉടനെയോ മാത്രം കൊടുത്ത് ശീലിക്കുക. അടുത്ത കാറ്റഗറി ഒരുപാട് നേരം ഫുഡ് പൗച്ച് ചെയ്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ്. അങ്ങനെ ഒരുപാട് നേരം വായിൽ ഫുഡ് പിടിച്ചു വെക്കുമ്പം ആ പല്ലുകൾക്ക് ഷുഗർ എക്സ്പോഷർ കൂടും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ക്യാവിറ്റി റിസ്ക് കൂടും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് വളരെ മോശമായിട്ടുള്ള കുഞ്ഞുങ്ങളിലാണ്. ബ്രഷിങ്ങും ടങ് ക്ലീനിങ്ങും ഒക്കെ കറക്റ്റായിട്ട് പാരൻസ് സൂപ്പർവൈസ് ചെയ്താൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളിൽ നമുക്ക് ക്യാവിറ്റി റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് വഴി അവരുടെ പല്ലുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് പാരൻസ് ഇത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്മൈല് നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്.